ഭീകരവാദ സംഘടനകളെ ന്യായീകരിക്കുകയും മതരാഷ്ട്രവാദം പഠിപ്പിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സിലബസ് പിൻവലിക്കാതെ സംസ്ഥാന സർക്കാർ. മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പുറത്തിറക്കിയ പാഠപുസ്തകങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന വാർത്ത തെളിവ് സഹിതം ജനം TV പുറത്തുവിട്ടിരുന്നു. അൽ-ഖ്വയ്ദ, ലഷ്കർ-ഇ-തൊയ്ബ, IS അടക്കമുള്ള ആഗോള ഭീകരവാദ സംഘടനകളെ വിശുദ്ധരാക്കുകയാണ് പാഠപുസ്തകത്തിൽ. വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, ഇത്രയും വിവാദമായിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ ആ സിലബസ് പിൻവലിക്കാനുള്ള നടപടിയൊന്നും എടുത്തിട്ടില്ല. വിവരങ്ങൾ തീർച്ചയായും അതുതന്നെയാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പുറത്തു വിട്ടത്. അതായത് പൂർണ്ണമായും ദേശവിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സിലബസാണ് ജമാഅത്തെ ഇസ്ലാമി കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മജ്ലിസ് ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കുന്നത്. ഇത് അവരുടെ മദ്രസകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അടക്കം പഠിപ്പിക്കുന്നുണ്ട്. നിരവധി ഭീകരവാദ സംഘടനാ നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വിശുദ്ധരാക്കുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് ഇതിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ ദേശവിരുദ്ധമായ കാര്യങ്ങൾ ഇതിൽ പറയുന്നു. ഇവരെ വിശുദ്ധരാക്കുക മാത്രമല്ല, ഇതാണ് ശരി എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. കൃത്യമായി തന്നെ ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിശുദ്ധരാക്കാൻ ഇടത് വലത് മുന്നണികൾ ശ്രമിക്കുന്നുണ്ട്. UDFിൻ്റെ ഭാഗമായി ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം UDFിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചിരുന്നു. പല ഇടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് UDF പിന്തുണ നൽകിയിരുന്നു. അതിന് മുൻപുള്ള സമയങ്ങളിൽ LDFും ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ നൽകിയിരുന്നു. അതായത് കാലാകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ വളരാനുള്ള വളം വെച്ചു നൽകിയത് ഈ രണ്ട് മുന്നണികളുമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് വെളിവാക്കുന്നതാണ് അവരുടെ പാഠപുസ്തകങ്ങൾ. അവരുടെ സ്കൂളുകളിലും മദ്രസകളിലും പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിച്ച് നമുക്കറിയാം ആഗോള തലത്തിൽ തന്നെ ഭീകരവാദ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നതാണ് മുസ്ലിം ബ്രദർഹുഡ്. പല ഇടങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ സംഘടന കൂടിയാണ് മുസ്ലിം ബ്രദർഹുഡ്. അതിലെ നേതാക്കളായ ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്ബ് അടക്കമുള്ള നേതാക്കളെ വിശുദ്ധരാക്കുന്നു. നവോത്ഥാന നായകർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പാഠഭാഗം ഉണ്ട്, നവോത്ഥാന നായകർ. അതിൽ ഈ ഒരു നേതാക്കളെയെല്ലാം തന്നെ വിശുദ്ധരായി കണക്കാക്കുന്നു. അവരുടെ ചരിത്രമെല്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൗദൂദി, നമുക്കറിയാം രാഷ്ട്രവാദം അതിനുവേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് മൗദൂദിയെ വിശുദ്ധരാക്കുന്നു. അതോടൊപ്പം തന്നെ IS, അൽ-ഖ്വയ്ദ, ലഷ്കർ-ഇ-തൊയ്ബ തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ വിശുദ്ധരാക്കുന്നു. അതിൻ്റെ നേതാക്കളെ വിശുദ്ധരാക്കിക്കൊണ്ടുള്ള പാഠഭാഗങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതും ഇതിനെതിരെ കൃത്യമായ നടപടി എടുക്കേണ്ടതുമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന് ആഭ്യന്തര വകുപ്പ് ഇതിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയാണ് ഇങ്ങനെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. കൃത്യമായ നടപടി സ്വീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കൃഷ്ണപ്രിയ. ഓക്കെ, ശരി.